ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലോറൽ ആർട്ടാണ്. അപ്പോൾ സെൻറ്റാങ്കിൾ ആർട്ട്, ഫ്ലോറൽ ആർട്ട്, ഡൂഡിൽ ആർട്ട്, ലൈൻ ആർട്ട്, അങ്ങനെ കുറേ ആർട്ടുണ്ട്. പക്ഷേ എനിക്കിതിൻ്റെ ABCD അറിയില്ല. ഒരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്നതാണ് ഈ ഒരു ആർട്ട്. മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യിക്കാനും നല്ല കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതുപോലെയുള്ള വീഡിയോസ് നമ്മുടെ മുന്നിലേക്ക് കുറേ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഫ്ലോറൽ ആർട്ടാണ്. അപ്പോൾ ഇതിന് ഫ്ലോറൽ ആർട്ടെന്നോ ഡൂഡിൽ ആർട്ടെന്നോ സെൻറ്റാങ്കിൾ ആർട്ടെന്നോ ലൈൻ ആർട്ടെന്നോ ഒക്കെ വിളിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേണിൻ്റെ രീതി അനുസരിച്ചാണ് ഇതിന് ഓരോ പേര് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലവർ ഉപയോഗിച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോറൽ ആർട്ടെന്ന് പറയാം. അപ്പോൾ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ പോകുന്ന ലൈൻ ഉപയോഗിച്ചാണെന്നെങ്കിൽ ഡൂഡിൽ ആർട്ടെന്ന് പറയും. സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ലൈൻ ആർട്ടെന്ന് പറയും. ഇനി ഇപ്പുറത്ത് കാണുന്ന ആ ഒരു പിക്ചറിലെ അതാണ് സെൻറ്റാങ്കിൾ ആർട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലും കൂടുതൽ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൂടി ഷെയർ ചെയ്യാം കേട്ടോ, കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ ചെയ്ത് തുടങ്ങുമ്പോൾ ശരിക്കും ഫസ്റ്റ് ടൈം ചെയ്യാണ്. അപ്പോൾ അത് നിങ്ങളിലേക്കാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെറുതെ പോലും വേറൊരു പേപ്പറിൽ ഇത് ചെയ്ത് നോക്കിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. ചെയ്തു വന്നപ്പോൾ എനിക്കും ഇത് കഴിയും എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കും ഇത് തീർച്ചയായും ചെയ്യാൻ കഴിയും. എന്തായാലും ചെയ്ത് നോക്കുക. ഇത് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ പേപ്പറിൽ വരച്ച് വെക്കുന്നതിന് വേണ്ടി നമുക്ക് ഡ്രസ്സിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. പെയിൻറ്റ് ഉപയോഗിച്ച് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇതുപോലെ വരച്ച് നമ്മൾ ഫ്രെയിമാക്കി വാളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്ക്. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ചെയ്തു തുടങ്ങിയത് ആദ്യമേ ഒരു പാറ്റേൺ വരയ്ക്കുക. ഇത് തന്നെ റിപ്പീറ്റായിട്ട് ചെയ്യുക. പിന്നെ ഇതിനുള്ളിൽ ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഭാഗം തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ള അതേ ഭാഗങ്ങളിൽ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് വരച്ചു കൊടുക്കുക. അത് തന്നെ റിപ്പീറ്റായിട്ട് ചെയ്യുക. ഇതാണ് ഈ ഒരു ആർട്ടിൻ്റെ രീതി. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തു തുടങ്ങുമ്പോൾ എൻ്റെ ആ ഒരു കണ്ണും എൻ്റെ ഒരു ആ മൈൻഡും ഇതിനുള്ളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അതുപോലെ ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും, നമുക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുന്നത് നമുക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ പതിയെ നമ്മൾ പെർഫെക്റ്റായിട്ട് വരും. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ ഐഡിയാസൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന അറിയാൻ പറ്റും. അപ്പോൾ അടുത്ത തവണ അതുപോലെ ഇങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക. ഏത് പേപ്പറോ ഏത് പേനയോ വെച്ച് ചെയ്ത് നോക്ക്. പിന്നെ ഡാർക്കാണ് കൂടുതൽ എല്ലാവരും ചെയ്യാറുള്ളത് കണ്ടിട്ടുള്ളത്. അത് ചെയ്യുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക. പിന്നെ കളറിലൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ഡിസൈനാണോ തോന്നുന്നത് അത് വെച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ വിസിറ്റ് കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഒരു പിക്ചർ അയക്കാൻ മറക്കില്ലല്ലോ. അപ്പോൾ നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യാണ് എൻ്റെ വിസിറ്റ് കമ്മ്യൂണിറ്റിയിൽ. അതെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വിസിറ്റ് കമ്മ്യൂണിറ്റി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാവുന്നതാണ്. അപ്പോൾ എനിക്കെല്ലാം അറിയാം എന്നുള്ള ഇതല്ല ഞാൻ പറയുന്നത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടുമായി ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇനിയൊരു ടിപ്സ് പറഞ്ഞുതരാം. ഈ ഒരു ഡാർക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിലിത് മറ്റിടത്തോട്ടൊക്കെ സ്പ്രെഡ് ആവാതെ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമേ നമുക്ക് ആ ഡാർക്ക് ആക്കേണ്ട ഭാഗത്ത് ആ ലൈനിൽ ആദ്യമേ ഒന്ന് ഡാർക്കാക്കി എടുക്കുക. അതിനുശേഷം ഉള്ളിലായിട്ട് പെട്ടെന്ന് നമുക്ക് ഡാർക്ക് അടിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എത്രത്തോളം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തുമെന്നൊന്നും എനിക്കറിയില്ല. ദിവസവും വീഡിയോ ഇടുന്നുണ്ട്, പക്ഷേ വ്യൂസ് ഇല്ല. കുഴപ്പമില്ല. വ്യൂസ് ഇല്ലെങ്കിലും ലൈക്ക് ഇല്ലെങ്കിലും കമൻറ്റ് ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിലും എനിക്കറിയാവുന്ന എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ യൂട്യൂബിലൂടെ ഇവിടെ ഷെയർ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു.
അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനൽ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.